കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടലുമില്ല. എടുക്കാനും ഇടാനൊക്കെ മടി. എടുത്തു വെച്ച വീഡിയോ തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനും മടി. അങ്ങനെ മടിയൊക്കെ മാറി ഫോൺ എടുത്തൊന്ന് നോക്കിയപ്പോഴാണ് ഒരിടെ ട്രെൻഡിങ് ആയിട്ട് നിന്നിരുന്ന ഒരു പലഹാരം, ഒരു റെസിപ്പി ട്രെൻഡൊക്കെ പോയ ശേഷം ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയൊരു വീഡിയോ കണ്ടത്. ട്രെൻഡിനൊപ്പം നമുക്ക് ഉണ്ടാക്കാനും ചെയ്യാനും കഴിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഉണ്ടാക്കി ചെയ്തു, കഴിച്ചു, വീഡിയോ ഇട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. സംഭവം വലിയ പണിയൊന്നുമില്ല. നേന്ത്രപ്പഴം മേടിക്കുക, നേന്ത്രപ്പഴം, ഇത്തിരി ഐസ്ക്രീം, നാളികേരം, ശർക്കരപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംഭവം സെറ്റാക്കാം. വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഇതായതുകൊണ്ട് നമ്മളിതിൽ നിർത്തി. അക്ഷരങ്ങളിലെ വെള്ളിയും പുള്ളിയൊക്കെ ക്ഷമിക്കണേ, വെള്ളിയും ചൊവ്വയൊക്കെ വരണ്ട് കയറിയിട്ട്. ആദ്യം എന്തെങ്കിലും ആവട്ടെ. വോയിസ് കൊടുത്ത ശേഷം ഞാൻ തന്നെ അത് കേൾക്കുമ്പോഴേ കല്യാണരാമനിൽ ചോദിക്കുന്ന ചോദ്യമില്ലേ, നിൻ്റെ തൊണ്ടയിലെന്താ പൂച്ച പിറ്റി കിടക്കണ്ടോന്ന്, ആ ചോദ്യം എനിക്ക് ഓർമ്മ വന്നേ. ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇതല്ലായിരുന്നല്ലോ എൻ്റെ വിഷയം. ഓ, പഴം ഡെസേർട്ടായിരുന്നല്ലേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. റെസിപ്പി എന്താ? പഴം മേടിച്ചു, പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടു. അതിനായിട്ട് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത്, ഒന്ന് റോസ്റ്റ് ആവണോട് കൂടിയിട്ട് നമുക്ക് ഇത്തിരി ശർക്കരപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് സെറ്റാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് നാളികേരം ചിരകി വെച്ചതൊക്കെ ഇട്ട് രണ്ടും മൂന്നും കൂടി ഇട്ടൊന്ന് സെറ്റായി വരുമ്പോൾ അത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കണം. ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകണമെന്നുള്ളൂ. നിങ്ങൾക്കിത് കാണാമല്ലോ അല്ലേ. നിങ്ങൾ അത്യാവശ്യം ഞാൻ വെറുപ്പിക്കുന്നുണ്ട്, ഇനി കൂടുതലാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വേഗം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നിട്ടെന്താ പ്ലേറ്റിലെടുത്തിട്ട് നമ്മുടെ പണി തുടങ്ങുക. ഞങ്ങൾ മീൻസ് ഞാനും ഏട്ടനും മക്കളും വലിയ ആക്രാന്തമുള്ളവരല്ലാത്തായ കാരണം കൊണ്ടുവച്ചതേ കണ്ടുള്ളൂ. കിണ്ണം പറയുമ്പോഴേക്കും പിടിവലിയായി തുടങ്ങി, അടിയായി തുടങ്ങി. 2 മിനിറ്റിൻ്റെ ഉള്ളിൽ സംഗതി കഴിഞ്ഞു. ആരും കണ്ടുവരില്ല, ആരും അറിഞ്ഞവരില്ല, ആർക്കും കിട്ടിയതില്ല എന്നൊക്കെയായി തുടങ്ങി പരാതി. ട്രെൻഡൊക്കെ കഴിഞ്ഞാലും നിങ്ങളിത് ഒരു അവസരം കിട്ടിയതൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇനി നിങ്ങൾക്ക് പഴമൊക്കെ കിട്ടിയാൽ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണിക്കണം. ഫസ്റ്റ് ഇതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട്, ടേസ്റ്റ് കാണിക്കണത് കിങ്ങിണിക്കുട്ടിയാണേ. അദ്ദേഹത്തിന് വേപ്രാളം